കൂടെ നിൽക്കുന്നവരെ കൂടി വിലമതിക്കുക. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ പക്ഷികളെ പിടിക്കാനായി പുഴയുടെ തീരത്ത് വല വിരിച്ചു. വലയിൽ കുറേ ധാന്യമണികൾ വിതറി. അത് കണ്ട് അനേകം പക്ഷികൾ വലയിൽ വന്നിരുന്നു. അവയെല്ലാം വലയിൽ കുടുങ്ങി. ഇനി എങ്ങനെ രക്ഷപ്പെടും? നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറക്കാമെന്ന് ബുദ്ധിമാനായ ഒരു പക്ഷി അഭിപ്രായപ്പെട്ടു. എല്ലാവരും അത് സമ്മതിച്ചു. എല്ലാവരും ഒരുമിച്ച് പറന്നുയർന്നു. എല്ലാം സ്വയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമോ അഹംബോധമോ ഉള്ള ആരും ആത്യന്തിക വിജയത്തിന് അർഹരല്ല. അവസാന പടിയിൽ നിന്ന് വരെ ചിലപ്പോൾ താഴെ വീണേക്കാം. ഞാൻ മാത്രം മതി എന്ന ധാരണയിൽ യാത്ര തുടരുമ്പോൾ ഇടയ്ക്കൊന്ന് കാലിടറിയാൽ പോലും പിടിച്ചു കയറ്റാൻ ആരും ഉണ്ടായെന്നു വരില്ല. കൂടെയുള്ളവർ ആരെന്നും അവർ എങ്ങനെ എപ്പോൾ ഉപകരിക്കും എന്ന് കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ മത്സരക്ഷമതയുള്ളവർ. കൂടെ നിൽക്കാൻ ഒരാളെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നവരുടെ പ്രയാണം 10 മടങ്ങ് വേഗത്തിലായിരിക്കും. നമുക്കൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളും നിരവധി ഉണ്ടാകും. കൂടെ നിൽക്കാൻ ആളുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാവുന്നത് ഇവിടെയാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിന്നാണ് എല്ലാ വിജയങ്ങളും സ്വന്തമാക്കേണ്ടതെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് പലരും ഒറ്റപ്പെട്ടു പോകുന്നത്. തനിച്ച് പേരെടുക്കാനുള്ള താല്പര്യം കൊണ്ടോ ഒപ്പമുള്ളവരുടെ കഴിവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടോ ആവാം കൂടെ ഉണ്ടായിട്ടും അവരെ ഒന്നും കൂടെ നിർത്താത്തത്. സ്വയം ശാക്തീകരണത്തിൻ്റെ അർത്ഥം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും മാത്രം ഉപയോഗിക്കുക എന്നല്ല, കൂടെ നിൽക്കുന്നവരെ കൂടി വിലമതിക്കുക എന്നതാണ്. എല്ലാം സ്വയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമോ അഹംബോധമോ ഉള്ള ആരും ആത്യന്തിക വിജയത്തിന് അർഹരല്ല.